ഹായ്, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ രക്ഷകർത്താക്കളെ, പാരൻസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ സ്മാർട്ട് അപ്പിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഈ ഒരു വർഷം, അധ്യയന വർഷം 2026-27 മുതലുള്ള ഈ ഒരു അധ്യയന വർഷത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്നറിയാനാണ്. അതിൽ മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരലാണ് എൻ്റെ ഉത്തരവാദിത്തം. അതിന് മുമ്പായിട്ടൊരു കാര്യം ഞാൻ പറയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് രണ്ട് സ്കൂളുകൾ എടുത്തോളൂ. രണ്ട് സ്കൂളുകൾ, ഒരു ടോപ്പ് സ്കൂൾ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ടോപ്പ് കോളേജ് ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും നമ്മുടെ മക്കളെ ചേർത്താൻ താല്പര്യമില്ലാത്ത ഒരു കോളേജ് വിചാരിക്കാം. അപ്പോൾ രണ്ട് കോളേജുകൾ എടുക്കാം. ഒരെണ്ണം ഒരു ടോപ്പ് റേറ്റഡ് കോളേജ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടോപ്പ് റേറ്റഡ് കോളേജ് എടുക്കുക. രണ്ടാമത്തെ ഒട്ടും നമ്മൾ എന്തായാലും ചേർത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു കോളേജ് എടുക്കുക. ഓക്കെ, അവിടത്തേക്ക് ഇപ്പം ഞാൻ ഉദാഹരണം പറയണം, ഒരു BCom കോഴ്സാണ് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോകണമെന്ന് വിചാരിക്കുക. അപ്പം A ഒരു ടോപ്പ് റേറ്റഡ് കോളേജ്, B ഒരു ഏറ്റവും ചെറിയൊരു കോളേജാണ്, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ രണ്ട് സ്ഥലത്തും BCom എന്ന് പറയുന്ന കോഴ്സിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സിലബസ് സെയിം ആയിരിക്കൂലേ? സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ലേ? സെയിം കണ്ടന്റ്സ് ആയിരിക്കില്ലേ? പക്ഷെ നമുക്ക് ഉറപ്പാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവും, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ആ രീതിയിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊന്നുകൂടി റിലേറ്റ് ചെയ്യാൻ ഞാൻ പറയാം. 10ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാവർക്കും +1 +2 ഈ സ്കൂളിൽ തന്നെ പഠിക്കണം അല്ലേ? എല്ലാവരും അലോട്ട്മെന്റിൽ ഫസ്റ്റ് ആ സ്കൂളായിരിക്കും വെച്ചിരിക്കുന്നത്, ശരിയല്ലേ? എന്നാൽ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെയല്ലേ സയൻസ് ബാക്കിയുള്ള സ്കൂളുകളിലുള്ളത്, അവിടെ തന്നെയല്ലേ കൊമേഴ്സ് ബാക്കിയുള്ള സ്കൂളുകളിലുള്ളത് അല്ലേ? ഇവിടെ എല്ലാം സിലബസ് സെയിം അല്ലേ? പക്ഷെ സിലബസ് സെയിം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവരെ ആ സ്കൂളിലേക്ക് ചേർത്താൻ, മറ്റൊരു സ്കൂളിലേക്ക് ചേർത്താൻ താല്പര്യപ്പെടുന്നില്ല. ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ഈ സ്കൂളായിരിക്കും. ചിന്തിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പൊ നമുക്ക് എന്തായിരിക്കും മനസ്സിലാവുന്നത്? സിലബസ് ആണോ മെയിനായ കാര്യം? ഒരിക്കലും അല്ല. സിലബസ് എല്ലായിടത്തും സെയിം ആയിരിക്കും. പക്ഷെ ഓരോ സ്കൂളുകളും ഫോളോ ചെയ്യുന്ന ഒരു കരിക്കുലം ഉണ്ടാവും. ആ കരിക്കുലമാണ് ഡിഫറെന്റ്. അപ്പൊ സ്കൂള് ഡിഫറെന്റ് ആയിരിക്കാം, സിലബസ് സെയിം ആയിരിക്കാം, പക്ഷേ സ്കൂൾ ഡിഫറെന്റ് ആവുന്ന പോലെ കരിക്കുലവും ഡിഫറെന്റ് ആയിരിക്കും. ഏറ്റവും ബെറ്ററായ കരിക്കുലം ഉള്ളിടത്തായിരിക്കും നല്ല കുട്ടികൾ പഠിച്ചിറങ്ങുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഏറ്റവും ബെസ്റ്റായ ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യലാണ് ഒരു അക്കാഡമിക് സ്ഥാപനം കൊണ്ടുള്ള ഉത്തരവാദിത്തം. അപ്പൊ സ്മാർട്ട് അപ്പ് ഈ കാലയളവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഡിഫറെന്റ് ആയ പ്രോഗ്രാമുകൾ സ്മാർട്ട് അപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കരിക്കുലത്തിന്റെ ഭാഗമാണ്. സ്മാർട്ട് അപ്പിലെ കുട്ടികളും പഠിക്കുന്നുണ്ട്, മറ്റുള്ള സ്ഥാപനങ്ങളിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ സ്മാർട്ട് അപ്പിന്റെ കരിക്കുലം ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നല്ല നല്ല കുട്ടികൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്, സിലബസും കരിക്കുലവും രണ്ടാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നമുക്ക് മറ്റുള്ളവരുമായി സംസാരിക്കാൻ നേരത്തും ഈ അറിവുകൾ നല്ലതാണ്. അപ്പൊ സിലബസ് വേറെയാണ്, സിലബസ് എല്ലായിടത്തും സെയിം ആയിരിക്കാം, പക്ഷെ കരിക്കുലം ഡിഫറെന്റ് ആയിരിക്കും. ഏറ്റവും നല്ല കരിക്കുലം ഉള്ള ഒരു സ്ഥാപനത്തിലായിരിക്കും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? ഏറ്റവും നല്ല കരിക്കുലം. കാരണം സിലബസ് പഠിച്ചു കുട്ടികൾ ഓർമ്മശക്തി നോക്കി മെമ്മറൈസ് ചെയ്ത് മാർക്ക് വാങ്ങാം, ഓക്കെ ശരി. പക്ഷേ കരിക്കുലം ബേസ് ആണെന്നുണ്ടെങ്കിൽ അവനിക്കത് അവൻ്റെ ജീവിതത്തിലേക്കുള്ള ലൈഫ് ലെസനുകൾ അതിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. നമ്മളെപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെ ഒരു ബെസ്റ്റ് കരിക്കുലമുള്ള ഒരു സ്ഥലത്ത് ചേർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ കരിക്കുലം ഡിസൈൻ ചെയ്തേക്കുന്ന രീതി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ വർഷം മുതൽ സ്മാർട്ട് അപ്പിൽ 3 പ്ലാനുകളായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, 1 ബേസിക് പ്ലാൻ, 2 ഇന്റർമീഡിയറ്റ് പ്ലാൻ, 3 അഡ്വാൻസ്ഡ് പ്ലാൻ. അപ്പൊ 8ാം ക്ലാസ്സിൽ എൻ്റെ കുട്ടി പഠിക്കുകയാണ്. ഓക്കെ, 3 ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഒന്നില്ലെങ്കിൽ ബേസിക് പ്ലാൻ എടുക്കാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്ലാൻ എടുക്കാം, അല്ലെങ്കിൽ അഡ്വാൻസ് പ്ലാൻ എടുക്കാം. എൻ്റെ കുട്ടി 10ാം ക്ലാസ്സിലാണ് സാർ പഠിക്കുന്നത്, അങ്ങനെയെങ്കിൽ അവിടെയും ബേസിക് പ്ലാൻ നോക്കാം, ഇന്റർമീഡിയറ്റ് പ്ലാൻ നോക്കാം, അഡ്വാൻസ്ഡ് പ്ലാൻ നോക്കാം. നിങ്ങളുടെ താല്പര്യപ്രകാരം. +2ലാണ്, അവിടെയും ബേസിക് പ്ലാൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് പ്ലാൻ ഉണ്ട്, അഡ്വാൻസ് പ്ലാൻ ഉണ്ട്. എന്താണ് അതിന്റെ ഡിഫറൻസ് എന്നല്ലേ? ഉറപ്പായിട്ട് അതിലേക്കാണ് നമ്മൾ വരുന്നത് അല്ലേ? എന്താണ് ബേസിക് പ്ലാൻ, എന്താണ് ഇന്റർമീഡിയറ്റ് പ്ലാൻ, എന്താണ് അഡ്വാൻസ് പ്ലാൻ? അത് മനസ്സിലാക്കലാണ് സ്മാർട്ട് അപ്പിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുക എന്നുള്ളതിൽ എൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അഡ്വാൻസ് പ്ലാൻ പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന അനവധി ഫീച്ചേഴ്സ് ഉള്ളത് അഡ്വാൻസ് പ്ലാനിലാണ്. നിങ്ങൾ ഇത്രയും കാലയളവിൽ നമ്മളോട് പറഞ്ഞ സജഷൻസ് ഉണ്ടല്ലോ, ആ സജഷൻസ് ഒക്കെ കൊണ്ടിട്ടാണ് അഡ്വാൻസ് പ്ലാൻ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അഡ്വാൻസ് പ്ലാൻ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഫസ്റ്റ് തന്നെ അഡ്വാൻസ് പ്ലാനിൽ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് അഷുറൻസ് പോളിസി. സ്മാർട്ട് അപ്പ് അഡ്വാൻസ് പ്ലാനിൽ കൊണ്ടുവരുന്നത് ഒരു അഷുറൻസ് പോളിസിയാണ്. എന്താണ് അഷുറൻസ് പോളിസി? സ്മാർട്ട് അപ്പ് പറയാണ്, നോ പ്രോഗ്രസ് ഗ്യാരണ്ടീഡ് ക്യാഷ് ബാക്ക്. ഹാപ്പി ആയില്ലേ? പ്രോഗ്രസ് ഇല്ലേ, നമുക്ക് എന്ത് ചെയ്യാം,
ഗ്യാരണ്ടീഡ് ക്യാഷ് ബാക്ക് ആണ്. കാരണം നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ നിന്നും കുറച്ചുകൂടി ബെറ്റർ മാർക്കിലേക്കോ ബെറ്റർ സ്വഭാവത്തിലേക്കോ എത്താൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഒരു കോച്ചിങ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ കോച്ചിങ് ഉള്ള നമുക്കും നമ്മുടെ സ്റ്റാഫുകൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. വരുന്ന ഓരോ കുട്ടികൾക്കും ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം, പ്രോഗ്രസ് ഉണ്ടായിരിക്കണം. അത് മാർക്കിൽ മാത്രമല്ല സ്മാർട്ടപ്പ് ആഗ്രഹിക്കുന്നത്, അവരുടെ പേഴ്സണാലിറ്റിയിൽ ഉൾപ്പെടെ അവർക്ക് മാറ്റം ഉണ്ടാകണം. സോ മാർക്കിലും പേഴ്സണാലിറ്റിയിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോ പ്രോഗ്രസ് ഗ്യാരണ്ടീഡ് ക്യാഷ് ബാക്ക്, നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ക്യാഷ് ബാക്ക് തരും. അപ്പം നിങ്ങൾ ഹാപ്പിയാണ്. നെറ്റിയിട്ടുണ്ട് ഞാൻ പറയാം, പക്ഷെ ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടി ഉണ്ട് കേട്ടോ, T&C കൂടി ഉണ്ട്. ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അറ്റൻഡൻസ് ഏകദേശം ഒരു 95-100% അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കും നമ്മുടെ ബുദ്ധിമുട്ട്. ക്ലാസ്സിൽ വരാത്ത ഒരു കുട്ടിക്ക് പ്രോഗ്രസ് വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല അല്ലേ? റെഗുലറായിട്ട് മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിൽ കറക്റ്റായിട്ട് വരുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും അവർക്കൊരു പ്രോഗ്രസ് കാണിക്കുക എന്നുള്ളത് സ്മാർട്ടപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ദിസ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ 100% അറ്റൻഡൻസ് ഇൻ എക്സാം അല്ലെ? ഇവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് അവധികൾ വരാം, അസുഖമായിട്ടുള്ള അവധികൾ വരാം. അതുകൊണ്ടാണ് ഏകദേശം 95-100% വരെയുള്ള അറ്റൻഡൻസ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് 2-3 സെഷനുകളൊക്കെ മിസ്സാക്കാം, പക്ഷെ കുഴപ്പമില്ല, അറ്റൻഡൻസ് ആണ്. എല്ലാ ദിവസവും കറക്റ്റായിട്ട് വരണമെന്നില്ല, പക്ഷെ ചില ദിവസങ്ങളിൽ മാത്രം അവധി എടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് അവധി എടുത്ത കുട്ടികൾക്ക് ആ ഒരു ക്യാഷ് ബാക്ക് പോളിസി തരാൻ നിർവാഹമില്ല. അത് നിങ്ങൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ക്ലാസ്സിൽ വരാത്ത കുട്ടികൾക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല. പക്ഷേ എക്സാമിന് 100% അറ്റൻഡൻസ്, കാരണം എക്സാം വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എക്സാം പാറ്റേൺ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, അഡ്വാൻസ് പ്ലാനിൽ ഒരു പാരന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അഡ്വാൻസ് പ്ലാനിൽ കിട്ടിയ ആദ്യത്തെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസ് അല്ലെങ്കിൽ തിരിച്ചെന്ത് വരും, ക്യാഷ് ബാക്ക് വരും എന്നുള്ളതാണ്. അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടി നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതൊരു ജെന്യൂൻ ആയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, എക്സാം എഴുതിയില്ലെങ്കിലും ക്ലാസ്സിൽ വന്നില്ലെങ്കിലും ഒരിക്കലും നമുക്ക് ആ കുട്ടീനെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ബട്ട് നമ്മുടെ കുട്ടി ക്ലാസ്സിലും വന്ന എക്സാമിലും വന്നെങ്കിൽ ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. അവനക്ക് എന്ത് കൊണ്ടുവരണം, പ്രോഗ്രസ് കൊണ്ടുവരണം എന്നുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അഷുറൻസ് തരുന്നതാണ്. അങ്ങനെയാണ് സ്മാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഒരു അഷുറൻസ് പോളിസിയാണ്. രണ്ടാമത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും സന്തോഷം വരുന്ന ഒരു കാര്യമാണ് റിവാർഡ് ആൻഡ് മോട്ടിവേഷൻ. റിവാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, സ്മാർട്ടപ്പിലെ ഓരോ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്കും CWCയുടെ എക്സാം ഉണ്ട്, D കമ്പനിയുടെ എക്സാംസ് ഉണ്ട് അല്ലേ? ഇത് സ്മാർട്ടപ്പ് ടോപ്പറിനെ അല്ലേ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഇത്രയും നാൾ സ്മാർട്ടപ്പിലെ ടോപ്പർ ആരായിരുന്നു, അവർക്ക് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് 10 റാങ്കുകൾക്കായിരുന്നു അവാർഡുകൾ. ബാക്കിയുള്ള എല്ലാവർക്കും ഒരു CWCയുടെ ഇവന്റുകളും ഉണ്ടായിരുന്നു അല്ലേ? അവരെ ആദരിച്ചിരുന്നു നമ്മളല്ലേ. ഇനി മുതൽ ശ്രദ്ധിച്ചോളൂ, ഇനി മുതൽ ഒരു സന്തോഷമായ ഒരു കാര്യമുണ്ട്. ക്വാർട്ടർ എക്സാം നടക്കുന്ന ഒരു ബാച്ചിലെ ടോപ്പറിന്, ഓക്കെ, എല്ലാ ബാച്ചിലെയും ടോപ്പേഴ്സിന് അവർക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. അതിന്റെ അർത്ഥം അവർക്ക് ക്യാഷ് ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സ്കോളർഷിപ്പ് പോലെ തന്നെയാണ്. നല്ല രീതിയിൽ പഠിച്ച് ടോപ്പർ ആയാൽ ക്യാഷ് ബാക്ക് ആണ് അവർക്ക്. ഹാപ്പി അല്ലേ? അതായത് ഓരോ ബാച്ചിലും, ഉദാഹരണം സ്മാർട്ടപ്പിൽ ഏകദേശം 64 ബാച്ചുകൾ ഒരു ദിവസം ക്ലാസ് നടക്കുന്നുണ്ട്. 64 ബാച്ചുകളോളം ഒരു ദിവസം ക്ലാസ് നടക്കുന്നുണ്ട്. ഇതിൽ ഓരോ ബാച്ചിലെ ടോപ്പേഴ്സിനും ബ്രാഞ്ച് ടോപ്പർ ആവേണ്ട ആവശ്യമില്ല, ബ്രാഞ്ച് ടോപ്പർ ആവണമെന്നില്ല. എന്തായാൽ മതി, ബാച്ച് ടോപ്പർ ആയാൽ തന്നെ മതി. ബാച്ച് ടോപ്പർ ആണോ നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകള് എങ്കിൽ അവർക്ക് ആ ഒരു ഫീ റിഡക്ഷൻ കൂടി അവിടെ കിട്ടും ക്യാഷ് ബാക്ക് ആയിട്ട്. ഹാപ്പി അല്ലേ? നമ്മൾ ടോപ്പർ ആകുന്നു, ക്യാഷ് ബാക്ക് കിട്ടുന്നു. അതായത് നമ്മുടെ കുട്ടി ഫ്രീ ഓഫ് കോസ്റ്റ് പഠിച്ച പോലെ. ഇതെന്തിനാണെന്നല്ലേ? ഇത് ഈ റിവാർഡ് ആൻഡ് മോട്ടിവേഷൻ നമ്മൾ തരുമ്പോൾ കുട്ടികൾ ഓരോ മാസത്തെ എക്സാമിലും ഓരോ ക്വാർട്ടറിലെ എക്സാമിലും അവരുടെ ബെസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കും, പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. ആ പ്രൊവൈഡ് ചെയ്യാനനുസരിച്ച് ഇപ്പോഴും അവരത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി മുതലുള്ള വർഷം ആ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പർ കുട്ടികൾക്ക് കുറച്ചുകൂടിയും ആനുകൂല്യങ്ങൾ സ്മാർട്ടപ്പ് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. അതിനെയാണ് റിവാർഡ് ആൻഡ് മോട്ടിവേഷൻ എന്നുള്ള പേരിലൂടെ കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ബാച്ചിലും, അപ്പോൾ സാർ എൻ്റെ മകൻ 8ാം ക്ലാസ്സിലെ ബാച്ചിലാണ്, അത് ഈ ബ്രാഞ്ചിലെ എക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിലെ 8ാം ക്ലാസ്സിലെ ടോപ്പറാണ്. പക്ഷെ അവൻ വൈ എന്ന് പറയുന്ന ബ്രാഞ്ചിലെ 8ാം ക്ലാസ് ടോപ്പറിനേക്കാൾ മാർക്ക് കുറവാണ്. കുഴപ്പമില്ല, എക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിലെ 8ാം ക്ലാസ് ടോപ്പറിന് ആ ഒരു ക്ലാസ്സിൽ നിന്നുള്ള റിവാർഡ് ആൻഡ് മോട്ടിവേഷൻ വഴിയുള്ള സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടും. അതവർക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു 12 മാസത്തെ ഈ ഒരു ജേർണിയിൽ ഓരോ മാസവും ബെറ്റർ ആയിട്ട് തന്നെ അവർ ചെയ്യുകയാണെങ്കിൽ ഓരോ ക്വാർട്ടർ എക്സാമും അവർക്ക് നല്ലോണം എക്സാം എഴുതാൻ പറ്റും. ഓരോ ക്വാർട്ടർ എക്സാം കഴിയുമ്പോഴും അവർക്ക് ക്യാഷ് ബാക്ക് കിട്ടുമ്പോൾ അവരും ഹാപ്പി ആകും. ബാക്കിയുള്ള എല്ലാ കുട്ടികളും ആ ലെവലിലേക്ക് ഉയരാൻ വേണ്ടി, നമുക്കറിയാം നമ്മുടെ കോമ്പറ്റീഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആകുമ്പോൾ കുട്ടികൾ ഒന്നുകൂടി എന്ത് ചെയ്യും, അതിലേക്കൊന്ന് ട്രൈ ചെയ്യും. അങ്ങനെ ബാക്കിയുള്ള എൻ്റയർ ക്ലാസ്സിൻ്റെ ഒരു മോട്ടിവേഷൻ നമുക്ക് ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് സ്മാർട്ടപ്പ് ഈ വർഷം കൊണ്ടുവരുന്ന റിവാർഡ് ആൻഡ് മോട്ടിവേഷൻ എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി
ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അഡ്വാൻസ് പ്ലാനിൽ ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഈ കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇനിയുള്ള ഈ കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അറിഞ്ഞേ മതിയാവുള്ളൂ. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മനസ്സിലാക്കിയേ മതിയാവുള്ളൂ. കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ വേണം, ക്രിയേറ്റീവ് തിങ്കിങ് വേണം, ഓക്കെ, ക്രിയേറ്റിവിറ്റി വേണം. അതുപോലെ തന്നെ കൊളാബറേഷൻ ചെയ്ത് വർക്ക് ചെയ്യാൻ അറിയണം. ഈ കാലഘട്ടത്തിൽ കൂടിച്ചേർന്ന് വർക്ക് ചെയ്യാൻ അറിയണം കുട്ടികൾക്ക്. ക്ലിയർ അല്ലേ? ക്രിട്ടിക്കൽ തിങ്കിങ് ആയിട്ടുണ്ട്, ക്രിയേറ്റീവ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ വേണം, കൊളാബറേറ്റ് ചെയ്യണം, ക്രിട്ടിക്കൽ ഉണ്ട്. ഈ 4 C ഇനി നമുക്ക് അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. 4 Cകൾ ഉണ്ടായിരിക്കണം. 4 C ഓർത്ത് വെക്കാം, നമ്മൾ എഴുതി വെച്ചേക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഈ 4 C ഉണ്ടാന്ന് അന്വേഷിച്ചാൽ മതി. ഈ കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 Cകൾ വേണം. അതിൽ ഒന്നാമത്തെ C കമ്മ്യൂണിക്കേഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. രണ്ടാമത്തെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ക്രിട്ടിക്കൽ തിങ്കിങ് അവർക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാബറേഷൻ ആണ്. ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഒരു ടീം അല്ലേ, ഏത് കമ്പനി ആണെങ്കിലും ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ഒരു ടീമായി വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും പ്രോത്സാഹിപ്പിക്കുന്നത്. ഇൻഡിവിജ്വൽ പെർഫോമൻസിനേക്കാളും ഒരു ടീമായി കൂടിച്ചേർന്നല്ലേ. ഫാമിലി ആണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഫാമിലിയോട് കൂടിച്ചേർന്ന് ജീവിക്കുന്ന രീതികളായിരിക്കും അല്ലേ. അതുപോലെ തന്നെ അതായിരിക്കണം. ക്ലിയർ അല്ലേ? ക്രിയേറ്റിവിറ്റി ഒരു പെൻസിൽ കണ്ടാൽ ഇതിനെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എഴുതാം, വേറെ രീതിയിൽ യൂസ് ചെയ്യാം, ഇങ്ങനെ കാര്യങ്ങളിൽ യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കാനുള്ള ക്രിയേറ്റീവ് തിങ്കിങ് കൂടി വേണം. ഈ 4 Cകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള ജനറേഷനിൽ കുട്ടികൾ പിടിച്ചു നിൽക്കുള്ളൂ. അതിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അതുകൊണ്ട് അഡ്വാൻസ് പ്ലാൻ എടുക്കുന്ന കുട്ടികൾക്ക് മാസത്തിൽ 4 ശനിയാഴ്ചകളുണ്ട്. ആ 4 ശനിയാഴ്ചകളിൽ 2 ശനിയാഴ്ച കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന അഡ്വാൻസ് ക്വാളിറ്റി ഇംഗ്ലീഷ് സെഷൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓൺലൈൻ ത്രൂ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുന്നത്. ശനിയാഴ്ചകളിലായിരിക്കും. ബാക്കി 2 ശനിയാഴ്ച ഉണ്ടാകും. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ക്ലാസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഹാപ്പി അല്ലേ? അപ്പോൾ 4 ശനിയാഴ്ചകളിലുണ്ടെങ്കിൽ 1 ശനിയാഴ്ച ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് 2 ശനിയാഴ്ചകളിൽ പോകും. ബാക്കി 2 ആഴ്ചകളിൽ ഇംഗ്ലീഷിന്റെ ഗ്രാമറും കാര്യങ്ങളും പോകും. നമുക്കറിയാം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അവനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം അല്ലേ, അവനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം. +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അവനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം. കാരണം എൻ്റെ മദർ ടങ് മലയാളമാണ്. അപ്പോൾ മലയാളമാവുമ്പോൾ ഞാൻ 2 പ്രോസസ്സ് ചെയ്യണം. ആദ്യം ഞാൻ മലയാളത്തിൽ ആലോചിക്കണം, എന്നിട്ട് ഞാനത് ഇംഗ്ലീഷിലാക്കണം, എന്നിട്ട് വേണം കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്. ശരിയല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയാൽ എനിക്ക് സ്പീഡായിട്ട് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കും. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല. സോ അത്തരം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഇതിൽ കൂട്ടുന്നതാണ്. രണ്ടാമത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 8ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സും 8നും 9നും 10നും +1നും +2നും സെയിം സിലബസ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇനി വരുമ്പോൾ ചെയ്യാം. മൊഡ്യൂളും സിലബസും നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ ഒരു ബ്രീഫായിട്ട് ഞാൻ പറയുകയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ പഠിച്ചേ മതിയാവുള്ളൂ. 8ാം ക്ലാസ് മുതലേ കുട്ടികൾക്ക് അത് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു കോംപ്ലക്സ് ടോപ്പിക്കാണ്. മെഷീൻ ലേണിംഗ് ഒക്കെ ഒരു കോംപ്ലക്സ് ടോപ്പിക്കാണ്. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ടാണ് സ്മാർട്ട് ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡേ ടു ഡേ ലൈഫിൽ ഇപ്പം നമ്മളും പലരും ആലോചിച്ചിട്ടില്ലേ, ഞാൻ പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്, ഒരു കല്യാണത്തിന് ഇന്ന ഒരു ഷൂ സെർച്ച് ചെയ്തു. പിന്നെ അങ്ങോട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന പരസ്യങ്ങളെല്ലാം ഇതുപോലുള്ള ഷൂ കമ്പനികളുടെ ആയിരിക്കും അല്ലേ. ഇതെങ്ങനെ ഇവർക്ക് മനസ്സിലായി? ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, അപ്പം എനിക്ക് അത് റിലേറ്റഡ് ആയ റീലുകളായിരിക്കും വരുന്നത്. നമ്മൾ പോലും അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ സംഭവിക്കുന്നതല്ലേ. ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി അറിയണ്ടേ എങ്കിൽ ഇത് ബേസിക് ആയിട്ട് പഠിച്ചിരിക്കണം. വളരെ രസകരമായ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ്സും സ്മാർട്ട് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു കാര്യം മന്ത്ലി കരിയർ കൗൺസിലിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുട്ടികൾക്ക് എന്താകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കിയേ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനോടോ +2 പഠിക്കുന്ന ഒരു കുട്ടീനോടോ എന്താണ് ആകേണ്ടതെന്ന് വെച്ചാൽ അവൻ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മുടെ പോരായ്മല്ലേ അത് അല്ലേ? അതിൽ പ്രധാന കാരണം അത്തരത്തിലുള്ള ഒരു എയിം കൊടുക്കാനുള്ള ആളുകൾ, ആ നെറ്റ്വർക്ക് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. സ്മാർട്ട് ആപ്പ് പ്ലാൻ ചെയ്യുന്നു, മന്ത്ലി കരിയർ കൗൺസിലിംഗ് കൊടുക്കാൻ വിചാരിക്കുകയാണ്. മാസം ഓരോ മേഖലകളിലും
നിലവിൽ പഠിച്ചിറങ്ങിയ മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡ്, കൊമേഴ്സ് ഫീൽഡ് എന്നുള്ള ഏത് ഫീൽഡിലും പഠിച്ചിറങ്ങിയ ബെസ്റ്റായ ആളുകൾ തിരിച്ച് ബ്രാഞ്ചിലേക്ക് വന്നിട്ട് കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സെഷൻ, ഇതിലൂടെ ഓരോ മേഖലകളെ കുറിച്ച് ക്ലാരിറ്റി കിട്ടും. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് MBA കുറിച്ചും പറയാൻ പറഞ്ഞാൽ ഐ ആം വെരി കോൺഫിഡൻറ്റ്, അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം. പക്ഷെ ഒരു മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ വളരെ നല്ല ക്ലാരിറ്റിയിൽ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഒരാൾ തന്നെ ആയിരിക്കണ്ടേ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുകയും ഇതുപോലത്തെ ഒരു പ്രോഗ്രാമും കൂടി ഈ കരിക്കുലത്തിൽ കൊണ്ടുവന്നാൽ അഡ്വാൻസ് പ്ലാൻ എടുത്ത കുട്ടികൾക്ക് അത്തരം സെഷനുകൾ കിട്ടും. അവർക്ക് നേരിട്ട് ഇവരോട് ചോദിക്കാം, നമ്പർ എക്സ്ചേഞ്ച് ചെയ്യാം, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാം. അതിൽ നിങ്ങൾക്ക് പടിപടിയായി മുകളിലേക്ക് കയറേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ആഗ്രഹം ഒന്നും കൂടി സ്ട്രോങ് ആവൂലേ. ഇതിനെയാണ് കരിക്കുലം ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും അഡ്വാൻസ് പാക്കേജിലുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് അക്കാഡമിക് ഡെലിവറി. എങ്ങനെയായിരിക്കും ക്ലാസ്സസ് പോകുന്നത്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ അല്ലേ? ഒന്ന്, നോ പ്രോഗ്രസ്, ക്യാഷ് ബാക്ക് വരും. അപ്പൊ അതിൽ T&C ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്, അതില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കാര്യങ്ങൾ ബാക്കി ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. 2, ഓരോ ക്വാർട്ടർ എക്സാമുകളിലും ബാച്ചിൽ ടോപ്പർ ആവുന്ന കുട്ടികൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതൊരു സ്കോളർഷിപ്പ് പോലെ തന്നെ നമുക്ക് നേടിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ആ എമൗണ്ട് റീക്ലെയിം ചെയ്തുകൊണ്ടിരിക്കാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി മൂന്നാമത്തെ പറഞ്ഞത് വളരെ ലൈഫ് സ്കില്ലായ കാര്യങ്ങളാണ് അല്ലേ. 4 Cകൾ ഞാൻ പറഞ്ഞത് നിങ്ങളത് മനസ്സിലാക്കണം. ആ 4 C നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുള്ളത് നോക്കണം. അതില്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യലാണ്. ആസ് എ പാരന്റ് ഉത്തരവാദിത്തം, ആസ് എ ടീച്ചർ എൻ്റെ ഉത്തരവാദിത്തവും. ക്ലിയർ അല്ലേ? അത് റെഡിയാക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ അല്ലേ? രണ്ടാമത് ഞങ്ങൾ വേറെ എന്ത് കൊണ്ടുവരുന്നുണ്ട്? AI പഠിപ്പിക്കുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിക്കുന്നുണ്ട്. കോംപ്ലക്സ് ടോപ്പിക്കാണ്, പക്ഷേ സ്മാർട്ട് അപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യും. അതിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മൊഡ്യൂൾ, എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സാംസ് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ച് പറഞ്ഞു തരാം. അടുത്തത് നമ്മൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, മന്ത്ലി കരിയർ കൗൺസിലിംഗ് ആണ്. അത് ഓരോ മേഖലകളിലുള്ള ആളെ നേരിട്ട് തൊട്ടറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. 8 മുതലേ തന്നെ അവൻ്റെ ആഗ്രഹങ്ങൾ, അത് പല 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 തോട്ട്സ് ഉണ്ടാവാം. ഡോക്ടർ ആകാം, എഞ്ചിനീയർ ആവാം, CA കാരനാവാം, CMA പോകാം, IAS പോകണം, വാട്ടെവർ, ബിസിനസ് ചെയ്യണം, ഓൺട്രപ്രണർ ആവണം എങ്കിൽ ഓരോ ഡിഫറെൻറ്റ് മേഖലയിലുള്ള ആളുകളും വരും. അവരായിട്ട് സംസാരിക്കാം, സംവദിക്കാം, ആ ആഗ്രഹങ്ങൾ ചോദിക്കാം, പറയാം, ഡീറ്റെയിൽസ് എഴുതിയെടുക്കാം. അങ്ങനെ ഒരു ഇൻട്രാക്ഷനും കൂടി സ്മാർട്ടപ്പ് കൊണ്ടുവരുന്നുണ്ട് ഈ വർഷം മുതൽ. ഇറ്റ് ഈസ് ഓൺലി ഫോർ അഡ്വാൻസ്ഡ് പാക്കേജ് എടുക്കുന്ന കുട്ടികൾക്കാണ്. ഇനി അഡ്വാൻസ് തന്നെ അടുത്തൊരു കാര്യം എന്താ? ലേണിംഗ് സ്ട്രക്ചർ. ടോപ്പിക് വൈസ് ക്ലാസ്സസ് ഉണ്ടാവും, ടോപ്പിക് വൈസ് വർക്ക്ഷീറ്റുകൾ ഉണ്ടാവും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. റിവിഷൻസ് വീക്ക്ലി ആയിരിക്കും, മന്ത്ലി ഉണ്ടാകും, ക്വാർട്ടർലി ഉണ്ടാകും. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം അഡ്വാൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീക്ക്ലി എക്സാംസ് ഉണ്ടാകും, മന്ത്ലി എക്സാംസ് ഉണ്ടാകും, ക്വാർട്ടർലി ഉണ്ടാകും. സ്മാർട്ടപ്പിൽ മന്ത്ലിയും ക്വാർട്ടർലിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇനി മുതൽ വീക്ക്ലി എക്സാംസ് ഉണ്ടാകും. ഏകദേശം 48 എക്സാമുകളോളം ഉണ്ടാകും. ഒന്ന് ആലോചിക്കുക. അതായത് എല്ലാ ആഴ്ചയും നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണെന്നറിയോ? നമ്മുടെ മക്കള് അന്നന്ന് എടുക്കണത് അന്ന് പഠിക്കണം അല്ലേ. എൻ്റെയൊക്കെ വീട്ടിലെ ഏറ്റവും കൂടുതൽ വീട്ടുകാർ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് അതാണ്, അന്നന്ന് എടുക്കുന്ന അന്നന്ന് പഠിച്ചൂടെ അല്ലേ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത്രയും ഭാരം വരുമോ? ലാസ്റ്റിലേക്ക് വെച്ചാൽ ഭാരം വരുമോ അല്ലേ? ഇനി പല ആൾക്കാർക്കും ഉണ്ട്, സർ എൻ്റെ മകൻ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളാ, പക്ഷെ മടിയാ, എടുത്തു വെക്കും, അതുകൊണ്ട് ലാസ്റ്റിലേക്ക് വെക്കും, അതുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തത്. പലരുടെ ഉള്ളിലുള്ള ആ കാര്യം അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത്. വീക്ക്ലി എക്സാംസ് ഉണ്ടാകും. വീക്ക്ലി ആ ആഴ്ച എടുക്കുന്ന കാര്യങ്ങൾ, ആ ആഴ്ചയിൽ തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് എക്സാം നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മാർക്കുകൾ അനലൈസ് ചെയ്യാൻ സാധിക്കും. അനലൈസ് ചെയ്തിട്ട് നമ്മുടെ കുട്ടി താഴത്തേക്കാണോ മുകളിലേക്കാണോ പോകുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ടുള്ള റിവിഷൻ പ്ലാൻസ് വെക്കാൻ പറ്റും, അതനുസരിച്ചുള്ള എക്സാംസ് വെക്കാൻ പറ്റും. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ വീക്ക്ലി എക്സാം മാത്രം ഓൾമോസ്റ്റ് ഒരു 48 എക്സാമുകൾ കുട്ടികൾ എഴുതും. കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും. എക്സാം എഴുതി ഇപ്പൊ ഈ കഴിഞ്ഞ SSLC എക്സാമില് മലയാള എക്സാമിന് തൊട്ട് മുമ്പ് വാമപ്പ് എക്സാം നടത്തിയിട്ടായിരുന്നു സ്മാർട്ടപ്പ്. അതായത് നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് ഒരു വാമപ്പ് എക്സാം എഴുതി കുട്ടികൾ ഓൾറെഡി ആ ഫ്ലോയിൽ വന്നു. ആ കുട്ടി നെക്സ്റ്റ് ഡേ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ കുട്ടി കൂളാ. കാരണം ആ കുട്ടികൾ പറയുന്ന കാര്യം, വാമപ്പ് എക്സാം എഴുതിയത് കൊണ്ട് എൻ്റെ നോർമൽ എക്സാം സുഖമായി, കാരണം എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ ചെയ്ത് പഠിച്ചതാ, അതെനിക്ക് ഓക്കെ. അപ്പൊ ഈ എക്സാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അഡ്വാൻസ് പ്ലാനിലേക്ക് ഈ വീക്ക്ലി എക്സാംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായി? കുട്ടികൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്ന് മനസ്സിലായില്ലേ? റിവിഷൻ കൊടുക്കാലോ. ഇനി അതിൽ മാർക്ക് കുറഞ്ഞാൽ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. മാർക്ക് കുറഞ്ഞാൽ ഡീറ്റെയിൽഡ് റിസൾട്ട് അനാലിസിസ് അവിടെ നടത്താം. ഒരാഴ്ചയും വെച്ച് നടത്തിക്കൂടെ? എന്നിട്ട് 1-to-1 പാരന്റ്സ് മീറ്റിംഗ് എടുക്കാം.
ഓക്കെ, ഓൺലൈനിലായിരിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനിൽ ഇരിക്കുന്നു. ഇപ്പോൾ ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു എങ്കിൽ ആ പാരന്റായിട്ട് നമ്മൾ ഇരിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ, നിങ്ങളായിട്ട് ആഴ്ചയിൽ ഈ കാര്യങ്ങൾ സംസാരിക്കും, കാര്യങ്ങൾ പറഞ്ഞു തരും, നിങ്ങൾക്കും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും. ക്ലിയർ അല്ലേ? അത് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളുമായി ബന്ധപ്പെടും. ഈസി ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരും. മാർക്ക് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് പറഞ്ഞു തരും. ആക്ച്വലി അവരുടെ എക്സാം സ്കിൽസ് എങ്ങനെ കൂട്ടാമെന്ന് പറഞ്ഞു തരും. കറന്റ് അവരുടെ പോക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. വി ഹാവ് ദാറ്റ് ടൂൾ. അപ്പോൾ നമുക്ക് ഈസിലി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കും. അതുപോലെ തന്നെ വീക്ക്ലി പ്രോഗ്രസ് അപ്ഡേറ്റ് കോള് വരും. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ അധ്യാപകരുമായിട്ടൊരു ഓൺലൈൻ മീറ്റിംഗിൽ ഇരുന്ന് വളരെ വ്യക്തമായിട്ട് 1-to-1 ആയിട്ട് കാര്യം ചെയ്യും. ഇപ്പൊ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഇപ്പൊ മന്ത്ലി മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് വരും. ശരിയല്ലേ? ക്വാർട്ടർലി മീറ്റിംഗ് ഉണ്ടാവും, എല്ലാ പാരന്റ്സും കൂടി ഒരുമിച്ച് വരും. ശരിയല്ലേ? അപ്പൊ എല്ലാ പാരന്റ്സും കൂടി ഒരുമിച്ച് വരുമ്പോൾ എന്താ പ്രശ്നം? നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും, കുറച്ച് പാരന്റ്സ് അവിടെ വെയിറ്റ് ചെയ്യും. അവസാനം മീറ്റിംഗ് കഴിയുമ്പോൾ എല്ലാവരും പോകുമ്പോൾ കുറച്ച് പാരന്റ്സ് മാത്രം അവിടെ നിൽക്കും. കുറെ ആൾക്കാർ ഇനി പിന്നീട് സംസാരിക്കാം കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞ് പെൻഡിങ് വെച്ച് പോകും. ശരിയല്ലേ? അത് ബേസിക് പ്ലാനിലേ ഉള്ളൂ. അഡ്വാൻസ് പ്ലാൻ ആകുമ്പോൾ അത്തരം പെൻഡിങ് വെക്കേണ്ട ആവശ്യമില്ല. 1-to-1 മീറ്റിംഗ് നിങ്ങളായിട്ട് നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേദന മാറിക്കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ പാരൻസിന് വ്യക്തമായിക്കൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അഡ്വാൻസ് പ്ലാൻ എടുത്താൽ. ഓക്കെ അല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ അഡ്വാൻസ് പ്ലാനിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് പ്ലാനിൽ വീക്ക്ലി എക്സാംസ് ഉണ്ടാകും, മന്ത്ലി ഉണ്ടാകും, ക്വാർട്ടർലി ഉണ്ടാകും. ഇവിടെ കൊണ്ടുവരുന്ന അഡ്വാൻസിൽ കൊണ്ടുവരുന്ന പ്രധാന കാര്യങ്ങളാണ് ഈ വീക്ക്ലി എക്സാം. അത് വെച്ച് വീക്ക്ലി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാൻ പറ്റും. മന്ത്ലി നിങ്ങളായിട്ടൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടാവും. ആ മീറ്റിംഗിൽ ഓൾറെഡി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 1-to-1 ആണ്. എല്ലാവരും വരുന്ന മീറ്റിങ്ങിലും നമുക്ക് വരാം. അഡ്വാൻസ് പാരൻസിന് എല്ലാവരും വരുന്ന മീറ്റിങ്ങിലും വരാം. അതുകൂടാതെ നിങ്ങളായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടി ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി പറയാൻ വെച്ച കാര്യങ്ങൾ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു അധ്യാപകനും ഒരു പാരന്റും കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമ്മുടെ കുട്ടികൾ ബെറ്റർ ആയിട്ടേ പോകുള്ളൂ. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇതൊരു ട്രയാങ്കിൾ, ഒരിക്കലും ഒരു ലൈനല്ല. ഇത് ഇവിടെ ഒരു സ്റ്റുഡൻറ്റും ഇവിടെ ഒരു ടീച്ചറും അല്ല. അതല്ല, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇവിടെ ഒരു സ്റ്റുഡന്റ്, ഇവിടെ ഒരു ടീച്ചർ, ഇവിടെ ഒരു പാരന്റ് ഉണ്ട്. വി ബിലീവ് ഇൻ ദിസ്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രയാങ്കിൾ മെക്കാനിസം ആണ്. ഇവർ 3 പേർ ഇവർ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമ്മുടെ കുട്ടികൾ ബെറ്റർ ആകും. ഓക്കെ, ഇവിടെ ആ ഒരു പാരന്റിന്റെ ഒരു പോയിന്റ് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവില്ല. സോ ഇതൊരു ട്രയാങ്കിൾ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു വലിയ 1-to-many മീറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1-to-many എന്നാൽ അത് 1-to-1 മീറ്റിങ്ങുകളായി വരും. കുറച്ചുകൂടി പേഴ്സണലൈസ് ആവും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം നമ്മുടെ മക്കൾക്ക് പേഴ്സണൽ അറ്റൻഷൻ കിട്ടാനല്ലേ? അല്ലേ? ശരിയല്ലേ? പക്ഷേ 1-to-1 ക്ലാസ് കൊടുത്ത് പേഴ്സണൽ അറ്റൻഷൻ കൊടുത്താൽ അറിയാം അതിന് പേയ്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഉദാഹരണം ജിം എടുക്കാം. ഒരു ജിം ഉണ്ടാകും, ജിമ്മിലെല്ലാവരും അല്ലേ ജിമ്മിന്റെ ആക്ടിവിറ്റീസിൽ പോകും. പേഴ്സണൽ ട്രെയിനർ എടുക്കാം, പക്ഷെ പേഴ്സണൽ ട്രെയിനർ എടുത്താൽ മന്ത്ലി ഉള്ള എമൗണ്ട് വളരെ കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ സ്മാർട്ട് അപ്പ് ഇവിടെ കൊണ്ടുവരുന്നത് അത് കുറച്ചുകൂടി അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 1-to-many ക്ലാസ്സസ് ആണെങ്കിലും ഇതുപോലുള്ള അസസ്മെന്റുകളെല്ലാം 1-to-1 ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കുട്ടികളെ പേഴ്സണലൈസ് ആയിട്ട് എന്ത് ചെയ്യും, കിട്ടും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു പ്ലാൻ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ മാർക്ക് കുറഞ്ഞു വരികയാണെങ്കിലോ മാർക്ക് കൂടുതലുള്ള കുട്ടികളാണെങ്കിലോ 2 തരം കുട്ടികൾ വരാം അഡ്വാൻസ് പ്ലാനിൽ അല്ലേ. ഒട്ടും പഠിക്കാത്ത കുട്ടികൾ വരാം. അഡ്വാൻസ് പ്ലാൻ എടുത്ത് ഒന്നുകൂടി കെയർ കിട്ടാൻ വേണ്ടി നോക്കാം. നല്ലോണം പഠിക്കുന്ന കുട്ടികൾ അഡ്വാൻസ് പ്ലാൻ എടുക്കാം. കാരണം ഓൾറെഡി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും AI ഒക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, അവരെ സ്കില്ല് കൂട്ടാം. കരിയർ കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്, ഒന്നുകൂടി സ്കില്ല് കൂട്ടാം. ചിലപ്പോൾ ഇതൊന്നും എത്താത്തൊരു കുട്ടിയാണ്, എനിക്കൊരു എക്സ്ട്രാ കെയർ വേണം. 2 കുട്ടികൾക്ക് 2 രീതികളിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. മാർക്ക് കുറവാണെങ്കിൽ നമുക്ക് റെമഡിയൽ സെഷൻസ് പ്ലാൻ ചെയ്യാൻ പറ്റും. വീക്കെൻഡിൽ എക്സ്ട്രാ സെഷൻസ് കൊടുക്കാൻ പറ്റും. മാർക്ക് കൂടിയവരാണെങ്കിൽ അവിടെ റെമഡിയൽ സെഷൻസിനെ റെമഡി എന്നുള്ള പേരിലല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കുറച്ചുകൂടി അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 8ാം ക്ലാസ്സിൽ തന്നെ കുട്ടീനെ ഐഡന്റിഫൈ ചെയ്ത് അത്യാവശ്യം കാലിബർ ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്കൊരു എൻട്രൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നല്ല കാലിബർ ഉള്ള കുട്ടികൾക്ക് അതനുസരിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി കാലിബർ കുറച്ച് കുറഞ്ഞാൽ ആ കാലിബറിനെ ഉയർത്താൻ വേണ്ടിയുള്ള അങ്ങനെ ചെയ്യുമ്പോഴല്ലേ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലേ. പഠിക്കാൻ റെഡിയായി വരുന്ന കുട്ടികൾക്ക് ആ രീതിയിലെ സമീപനവും അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും കൊടുക്കുമ്പോഴല്ലേ പേഴ്സണലൈസ് ആയി വരുന്നത്. അപ്പോൾ ചെറിയ ക്ലാസ് മുതൽ നല്ല രീതിയിലൊരു മോണിറ്ററിങ് കൊടുത്താൽ ഒരു ഉയർന്നേ വരുള്ളൂ. അവിടെയാണ് കരിക്കുലം എന്ന് പറയുന്ന കാര്യത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ക്ലിയർ അല്ലേ?
ഇനി ഈ ഒരു പേര് ഓർത്ത് വെക്കുക, PIP, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ക്ലിയർ അല്ലേ? പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം അങ്ങനെ പറയില്ല ഇനി മുതൽ സ്മാർട്ട് അപ്പ്. PIP, ആ PIPയിൽ നമുക്ക് എക്സ്ട്രാ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആൻഡ് വീക്കെൻഡ് ഡേയ്സ് ആൻഡ് ഹോളിഡേ ക്ലാസ്സസ്. നമുക്കറിയാം ചിലപ്പോൾ സ്മാർട്ട് അപ്പിന്റെ ഫെന്റാസ്റ്റിക് 4 എന്ന് പറഞ്ഞ സെഷനുകളൊക്കെ വരും. ഇത് വീക്കെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയിലൊക്കെ നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ ഇത്ര ദിവസങ്ങൾ അവധിയുള്ളപ്പോൾ 2 ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുന്ന സാധ്യതകളല്ലേ. അത്തരം ക്ലാസ്സുകളിൽ കൂടുതൽ സെഷനുകൾ അഡ്വാൻസ് ലെവലുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി PIP ഉണ്ട്, റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. ഓരോ കുട്ടികൾക്കും ഡിഫറൻ്റ് ആയ കലണ്ടർ സെറ്റ് ചെയ്ത് കൊടുക്കും. അഡ്വാൻസ് പ്ലാനുള്ള കുട്ടികൾ ഇരുന്നിട്ട് ആ കുട്ടികളുമായി സംസാരിച്ചിട്ട് ഓരോ കുട്ടികൾക്കും ടൈം ടേബിൾ ഇട്ട് കൊടുക്കും. ആ ടൈം ടേബിളിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ അക്കാഡമിക് കലണ്ടറിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് PIP, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ അത് അവർക്ക് ഇട്ട് കൊടുത്താൽ അവർക്ക് അതനുസരിച്ച് പോകാം, നല്ലൊരു മെന്റർ ആകാം. നിങ്ങൾ പറ, ഇനി ഉള്ള കാലഘട്ടത്തിൽ ടീച്ചർ എന്നുള്ള ഒരൊറ്റ റോളിൽ കാര്യമില്ല. കുട്ടികൾക്ക് വേണ്ടത് മെന്ററാണ്. നമ്മുടെ കുട്ടികൾക്ക് അറിവില്ലാണ്ടാണോ? യൂട്യൂബ് നോക്കിയാൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ കിട്ടും, ഏത് ക്ലാസ്സും കിട്ടും അല്ലേ. ഇപ്പം ഈ കാലഘട്ടത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഇൻഫർമേഷൻ ഓവർലോഡ്. അറിവ് നമ്മൾ അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്നായിരുന്നു. ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡാണ്. അതുകൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. ഏതെടുക്കണം, ഏതെടുക്കരുത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യരുത്, എങ്ങനെ പ്രോസസ്സിൽ വരണം, എങ്ങനെ പ്രോസസ്സിൽ വരരുത് എന്നുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അവർക്കൊരു മെന്ററിനെയാണ് വേണ്ടത്. മെന്റർ. അപ്പോൾ അഡ്വാൻസ് പ്ലാനിൽ സ്മാർട്ട് അപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് മെന്ററുകളായിരിക്കും. ഓക്കെ അല്ലേ? ഇത്തരം ഫീച്ചറുകളായിരിക്കും അവിടെ നിലവിലുണ്ടാവുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന പോലെ തന്നെ ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും CWCയിലെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, D കമ്പനിയിലെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഒരു കുട്ടിക്ക് ട്രെയിനിങ് പ്രോഗ്രാം മസ്റ്റാണ്. കുട്ടികൾക്ക് എപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാംസ് കിട്ടിക്കൊണ്ടിരിക്കണം. കാരണം ഒരു 18 വയസ്സ് വരെ കുട്ടികളുടെ ഇൻഫർമേഷൻ ട്രെയിനിങ്ങിലൂടെ വളരെ ബെറ്റർ ആക്കി എടുക്കാൻ. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർക്കിംഗ് സ്പേസിൽ ട്രെയിനിങ് ഉണ്ടാകും. ആ ട്രെയിനിങ് നിങ്ങളെ ബെറ്റർ ആക്കാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ സ്കൂളുകളിൽ ട്രെയിനിങ് കിട്ടാറില്ലേ? സ്കൂളുകളിൽ സിലബസ് മാത്രം എടുക്കുന്ന സ്കൂളുകളാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ട സ്കിൽ ട്രെയിനിങ് കൊടുക്കാറില്ല. പക്ഷേ അഡ്വാൻസ് പ്ലാൻ എടുക്കുന്ന കുട്ടികൾക്ക് CWC കൂടാതെ D കമ്പനി കൂടാതെ എക്സ്ട്രാ ട്രെയിനിങ് സെഷൻസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ എക്സ്ട്രാ ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് അവർക്ക് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക് ഡയഗ്നോസിസ് ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ അല്ലേ? ഓരോ കുട്ടിയെയും വ്യക്തമായി പരിശോധിച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു മെക്കാനിസം സ്മാർട്ട് അപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡിജിറ്റൽ ആക്സസ്. സ്മാർട്ട് അപ്പിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്മാർട്ട് അപ്പ് ഓൾറെഡി ഗൾഫ് കൺട്രീസിലെ കുട്ടികൾക്ക് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത സെഷനിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ AI വീഡിയോ ചെയ്യാനുണ്ട്, ഓൺലൈൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ ആക്സസ് കൂടി അഡ്വാൻസ് പ്ലാനുള്ള കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെറ്റർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അഡ്വാൻസ്ഡ് വർക്ക്ഷീറ്റ് അസിസ്റ്റൻസ് കിട്ടും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു അഡ്വാൻസ് വർക്ക്ഷീറ്റ് ആണ്. ഇപ്പോൾ സ്മാർട്ട് അപ്പിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഗൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. സ്മാർട്ട് അപ്പിൽ ബേസ് ക്വസ്റ്റ്യൻസ്, ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുട്ടികളാണ് ഫുൾ മാർക്ക് A+ ഒക്കെ വാങ്ങുന്ന കുട്ടികൾ. അപ്പോൾ അഡ്വാൻസ് ലെവൽ വർക്ക്ഷീറ്റുകൾ ചെയ്യിപ്പിക്കാനുള്ള അസിസ്റ്റൻസ് നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു കുട്ടിയുടെ കരിക്കുലം ഡിസൈൻ ചെയ്ത് അവരുടെ കഴിവിനെ പുറത്തേക്ക് എടുക്കാനുള്ള ട്രെയിനിങ് സെഗ്മെന്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്? അതാണ് സ്മാർട്ട് അപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഹോംവർക്ക് അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻസ് പ്ലാൻ. ഓക്കെ, ആഗ്രഹിച്ചല്ലായില്ലേ? എന്താണ് സാർ, കുട്ടികൾക്ക് പേഴ്സണൽ അറ്റൻഷൻ വേണം. ഓക്കെ, തരാം. നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആക്കണം. ഓക്കെ, നമുക്ക് 1-to-1 മീറ്റിംഗ് അടിക്കാം. ഓക്കെ, അതേപോലെ തന്നെ കുട്ടികൾക്ക് അന്നന്ന് എടുക്കണം, അന്നന്ന് പഠിക്കാൻ വേണ്ടി പറ്റണം അല്ലേ? നമ്മളുണ്ട് അഡ്വാൻസ് പ്ലാനിലുള്ള കുട്ടികൾക്ക് ഒരു അരമണിക്കൂർ എക്സ്ട്രാ ഉണ്ട്. അരമണിക്കൂർ വേറൊന്നുമല്ല, അന്നന്ന് എടുക്കുന്ന അന്ന് തന്നെ പഠിച്ച് അന്ന് തന്നെ എഴുതി കാണിച്ച് അന്ന് തന്നെ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ബേർഡൻ ഇല്ല. പ്രോഗ്രസ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് സിമ്പിളായിട്ട് പഠിച്ച് അങ്ങനെ പോകാൻ പറ്റും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇനി അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്കില്ല് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ കരിയർ കൗൺസിലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. അത്തരം കാര്യങ്ങൾ അതിൻ്റെ മൊഡ്യൂളുകൾ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഇതൊക്കെയല്ലേ, ഇതാണ് നമ്മുടെ അഡ്വാൻസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇന്റർമീഡിയറ്റ് പ്ലാൻ. ഇന്റർമീഡിയറ്റ് പ്ലാൻ പോകുന്നതിന് മുമ്പ് ബേസിക് പറഞ്ഞിട്ട് നമുക്ക് ഇന്റർമീഡിയറ്റിലേക്ക് വരാം. ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ കറന്റ്ലി സ്മാർട്ടപ്പിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം ബേസിക് പ്ലാനുകളിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ക്ലാസ്സസ് ഉണ്ടാകും, റിവിഷൻസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാകും, അതുപോലെ തന്നെ റിസൾട്ട് അനാലിസിസ് നടക്കും, പാരന്റ്സ് മീറ്റിങ്ങുകൾ നടക്കും, അതുപോലെ റെമഡീസ് ആൻഡ് PIP വരും, ട്രെയിനിങ് സെഷൻസ് വരും. പക്ഷെ ഇതിന്റെ തോതാണ് പ്രശ്നം. ഫോർ എക്സാമ്പിൾ എക്സാംസ് നടക്കുന്നത് മന്ത്ലി എക്സാം നടക്കാറുണ്ട്, ക്വാർട്ടർലി നടക്കാറുണ്ട്, വീക്ക്ലി എക്സാംസ് ഇല്ല. അത് അഡ്വാൻസിലേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ റിവിഷൻ സെഷൻ, വീക്ക്ലി റിവിഷൻ സെഷൻസ്, ഡെയിലി റിവിഷൻ ഉണ്ടാവില്ല, അത് അഡ്വാൻസിലേ ഉണ്ടാവുള്ളൂ. ഇത് സാധാരണ നടക്കുന്നത് മന്ത്ലിയും ക്വാർട്ടർലിയാണ്. എക്സാം റിലേറ്റഡ് ആയിരിക്കും റിവിഷൻസ് പോകുന്നത് അല്ലേ. ഇനി എക്സാംസ് എന്ന് പറയുമ്പോൾ മന്ത്ലി എക്സാം ഉണ്ടാകും, അപ്പോൾ ഏകദേശം ഒരു 12 എക്സാം, CWCയുടെ എക്സാം ഉണ്ടാകും, അപ്പോൾ ഒരു 3 എക്സാം, 15 എക്സാം. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ 10ാം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാം, മെയിൻ എക്സാം, അങ്ങനെയുള്ള എക്സാംസ് ഉണ്ടാവും. കൂടിപ്പോയി ഒരു 10-20 എക്സാം. പക്ഷെ അഡ്വാൻസിലേക്ക് വരുമ്പോൾ വീക്കിലി മാത്രമായിട്ട് ഒരു 48ഓളം എക്സാമുകൾ ഉണ്ടാവും. ചെറിയ ചെറിയ എക്സാമുകളാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് പഠിച്ച് പെട്ടെന്ന് മാർക്ക് വാങ്ങാൻ പറ്റും. അതൊക്കെ നോക്കി തരാനായിട്ടുള്ള ഒരു ടീം ഇവിടെ റെഡിയാണ്. അതാണ് അഡ്വാൻസിലെ ഗുണം. റിസൾട്ട് അനാലിസിസ് വരും. ഇവിടെ വീക്ക്ലി എക്സാം നടക്കുന്നതുകൊണ്ട് വീക്ക്ലി റിസൾട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. അതാണ് അഡ്വാൻസിന്റെ ഗുണം. മന്ത്ലി നടക്കുന്നതുകൊണ്ട് ഇവിടെ മന്ത്ലിയേ പോസിബിൾ ആവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ വീക്കിലി എന്താ ഗുണം, നമുക്ക് മന്ത്ലി നിങ്ങളുടെ അടുത്ത് മീറ്റിംഗ് അടിക്കാൻ പറ്റും. ഇവിടെ മന്ത്ലി എക്സാം നടക്കുന്നതുകൊണ്ട് ക്വാർട്ടർലി ആയിരിക്കും മീറ്റിംഗ് അടിക്കാൻ പറ്റുന്നത് അല്ലേ. 3 മാസം, ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ ജൂണിലായിരിക്കും കുട്ടികളെ കുറിച്ച് ഒരു ധാരണ കിട്ടുന്നത്. അപ്പോൾ ജൂണിലായിരിക്കും ഒരു മീറ്റിംഗ്, ശരിയല്ലേ? അതേസമയം അവിടെ വീക്ക്ലി എക്സാം നടക്കുന്നതുകൊണ്ട് ഏപ്രിലിൽ ഒരു മീറ്റിംഗ് അടിക്കാൻ പറ്റും, മെയ്യിലൊരു മീറ്റിംഗ് അടിക്കാൻ പറ്റും, പിന്നെ ജൂണിലും മീറ്റിംഗ് അടിക്കാം. ജൂണിൽ എല്ലാവരും ഉള്ള മീറ്റിങ്ങിലും നിങ്ങൾക്ക് വരാം. ക്ലിയർ അല്ലേ? അതുകൂടാതെ 1-to-1 മീറ്റിംഗും പോസിബിൾ ആണ്. അതാണ് അഡ്വാൻസിന്റെയും ബേസിക്കിനെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ റെമഡീസ് ആൻഡ് PIP, റെമഡീസും കിട്ടും, PIPയും കിട്ടും. ഇപ്പോൾ കിട്ടുന്ന പോലെ കിട്ടും. പക്ഷേ അത് ഒരു സിലബസ് ഓറിയന്റഡ് അല്ലേ. ഇവിടെ കരിക്കുലമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി പേഴ്സണലൈസ് ടൈം ടേബിളുകൾ ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് മെന്റർഷിപ്പ് കൊടുക്കാനായിട്ട് അഡ്വാൻസിൽ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രെയിനിങ് സെഷൻസ്, ഇവർക്ക് CWCയുടെ ട്രെയിനിങ് സെഷൻസ് കിട്ടാറുണ്ട്, അവർക്ക് D കമ്പനിയും കിട്ടാറുണ്ട്, ശരിയല്ലേ? അത് കൂടാതെയുള്ള എക്സ്ട്രാ ട്രെയിനിങ് സെഷൻസ് പല കാര്യങ്ങളിൽ, എക്സാം എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഓർമ്മശക്തി എങ്ങനെ കൂട്ടാം, അതുപോലെ കരിയർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ട്രെയിനിങ് സെഷൻസ് ഒക്കെ അഡ്വാൻസ് ലെവലിലായിരിക്കും കിട്ടുന്നത്. ഇത് ക്ലിയർ അല്ലേ? അതുകൂടാതെ എക്സ്ട്രാ ഫീച്ചറുകൾ വരുന്നത് അഡ്വാൻസ് ലെവലിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് പ്ലാനും അഡ്വാൻസ് പ്ലാനും. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ്. ബേസിക് പ്ലാനിന്റെ ഫീസ് അല്ല ഇന്റർമീഡിയറ്റിന്റെ. ബേസിക് പ്ലാനേക്കാളും ഫീസ് ഉണ്ട് ഇന്റർമീഡിയറ്റിനേക്കാളും ഫീസ് കൂടുതലാണ് ഇവിടെ അഡ്വാൻസിൽ. അപ്പോൾ അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാം. ഇനി ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും കൂടി തന്നെ നമ്മൾ എന്തുകൂടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആക്സസ് ടു ഓൺലൈൻ സെഗ്മെന്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഈ ബേസിക്കലി എല്ലാ കാര്യങ്ങളും കിട്ടും. കൂടാതെ ഓൺലൈനിലുള്ള ക്ലാസ്സസ് കൂടി പ്രൊവൈഡ് ചെയ്യും. ഓൺലൈനിലെ ക്ലാസ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവധിയായാലോ ലീവ് ആയാലോ ഒക്കെ ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. സ്മാർട്ടപ്പ് ഓൾറെഡി ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആക്സസ് കൊടുക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് മീറ്റിംഗിൽ പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. അഡ്വാൻസ് എടുത്ത ആളുകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ക്ലിക്കിൽ കുട്ടികളുടെ അറ്റൻഡൻസ് കാണാം, മാർക്ക് കാണാം, എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് എടുത്ത ആൾക്കാർക്ക് ഒരു ക്ലിക്കിൽ കാണാം. അങ്ങനത്തെ ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ ഓൾറെഡി നമ്മളിപ്പോൾ മേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലോഞ്ച് സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാം. ഇപ്പം ഞാൻ ലോഞ്ച് ചെയ്യാത്തത് കൊണ്ട് പറയാത്തതാണ്. അപ്പോൾ അഡ്വാൻസ് എടുത്ത പാരൻസിൻ്റെ ഗുണം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവരെ ഫോണിൽ തന്നെ കയറി നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരുടെ അറ്റൻഡൻസ്, അവരുടെ മാർക്ക്, അവരുടെ പെർഫോമൻസ്, അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്, അവർക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്താണ് കൊടുത്തിരിക്കുന്നത് അത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക്കിന് ഇൻ്റർമീഡിയറ്റിലേക്ക് പോകുമ്പോൾ എല്ലാവിധ ബേസിക്കിൻ്റെ ഫെസിലിറ്റിയും കിട്ടും, പ്ലസ് ഓൺലൈനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി കിട്ടും. ഇനി അതിനേക്കാളും കുറച്ചുകൂടി ചെറിയൊരു എമൗണ്ട് ഫീസ് കൂടിയാൽ നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോകാം, അഡ്വാൻസിലേക്ക് പോകാം. ബേസിക്കിനേക്കാളും കുറച്ച് ഫീസ് കൂടുതലാണ് ഇന്റർമീഡിയറ്റിനേക്കാളും കുറച്ച് ഫീസ് കൂടുതലാണ് അഡ്വാൻസിലേക്ക് വന്നാൽ ഇത്രയും സപ്പോർട്ട് കാര്യങ്ങളെല്ലാം സ്മാർട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഉറപ്പായിട്ടൊരു ചോദ്യം വരാം, ഈ അഡ്വാൻസിലെ ഫീച്ചേഴ്സ് എല്ലാം ബേസിക്കിൽ കൊടുത്തൂടെ, എന്നിട്ട് ബേസിക്കിലെ പേയ്മെൻറ്റ് വാങ്ങിച്ചൂടെ? അത് പ്രാക്ടിക്കലി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അഡ്വാൻസ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും മാൻ പവർ വേണം, അത്രയും ടെക്നോളജി വേണം, അത്രയും വർക്കിംഗ് ഹവർ വേണം അല്ലേ? ഉറപ്പായിട്ട് അതെല്ലാം വേണം. നിങ്ങൾ ആ ഒരു രീതിയിലൂടെ നിങ്ങൾ ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് ഇത്രയും ആളുകൾ വേണം, എല്ലാ വീക്കിലി എക്സാമും കറക്റ്റ് ചെയ്യണം പേപ്പർ, അപ്പം അത്രയും ആളുകൾ ഇവിടെ എക്സ്ട്രാ വർക്ക് ചെയ്യണം.
അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എടുക്കാൻ വേറൊരു ഫാക്കൽറ്റി വരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് എടുക്കാൻ വേറെ ആൾക്കാർ വരണം, മന്ത്ലി കൗൺസിലേഴ്സ് വരണം, കരിയർ പറയാൻ, അതിനൊക്കെ ഗസ്റ്റ് ആയിട്ട് ആളുകളെ വിളിച്ച് അവർക്ക് ഒരു പേയ്മെന്റ് കൊടുത്ത് ഇവിടെ കൊണ്ടുവരണം. ശരിയല്ലേ പറഞ്ഞത്? ഇനി മന്ത്ലി നിങ്ങളായിട്ടുള്ള മീറ്റിങ്ങുകൾ, വീക്ക്ലി മീറ്റിങ്ങുകൾ, ഇതെല്ലാത്തിനും സമയം വേണം അല്ലേ, ആളുകൾ വേണം, അതുപോലെ തന്നെ ടെക്നോളജി വേണം. ഇതെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊരു എക്സ്ട്രാ പേയ്മെന്റ് എന്ത് ചെയ്യും വരും. അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ് പ്ലാനിൽ ഒരിത്തിരി പേയ്മെന്റ് വരുന്നത്. അപ്പോൾ ബേസിക്, ഇന്റർമീഡിയറ്റ്, ബേസിക്കിനേക്കാളും കുറച്ച് എമൗണ്ട് കൂടുതലേ ഉള്ളൂ ഇന്റർമീഡിയറ്റിനേക്കാളും വളരെ കുറച്ച് എമൗണ്ട് കൂടുതലേ ഉള്ളൂ ഇവിടെ അഡ്വാൻസിൽ. അപ്പോൾ നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ചാണ് ഫീസ് ഇട്ടിരിക്കുന്നത് നമ്മൾ. അല്ലാണ്ട് വളരെ കൂടുതലായ ഒരു സംഭവമല്ല. വളരെ കൂടുതൽ ഫീച്ചേഴ്സ് തരുന്നുണ്ട്, അത് സത്യമാണ്. സ്മാർട്ടപ്പിൽ കൂടുതലാണ് ഇപ്പോൾ എന്ത് ഫീച്ചേഴ്സ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഇത്രയും ഫീച്ചേഴ്സ് ബേസിക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രായോഗികമാകില്ല അല്ലേ. കാരണം എന്താ, ഇത് നടത്തി പോകാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം വേണം. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് എടുക്കാൻ നോക്കുക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ രീതിയിൽ അഡ്വാൻസിൻ്റെ ഫീസ് അന്വേഷിക്കുക, ബേസിക്കിൻ്റെ ഫീസ് അന്വേഷിക്കുക, ഇന്റർമീഡിയറ്റിൻ്റെ ഫീസ് അന്വേഷിക്കുക. എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് അഡ്വാൻസ് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കണം ഈ വർഷം അഡ്വാൻസ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് എന്തൊക്കെ ഓഫർ ഉണ്ടെന്നുള്ളത്. ഏർലി ബേർഡ് ഓഫർ ഉണ്ട്, സിബ്ലിംഗ് ഓഫർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വൺ ടൈം പേയ്മെന്റ് അടച്ചാലുള്ള ഓഫർ ഉണ്ട്, അതുപോലെ തന്നെ റെഫറൽ ചെയ്താലുള്ള ഓഫർ ഉണ്ട്. ഇത്രയും ഓഫേഴ്സ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ വളരെ രീതിയിലേക്ക് മാറും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അക്കാഡമിക് കരിക്കുലം ബിൽഡ് ചെയ്യാൻ സ്മാർട്ടപ്പിന് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? സോ ഈ വർഷം മുതൽ ഒരു അടിപൊളി കരിക്കുലം വെച്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. അടുത്ത വീഡിയോയിൽ കാണാം. AI യുടെ ഒരു വീഡിയോയും ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു വീഡിയോയും ചെയ്യാം. ഓക്കെ.